എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിവിഷണൽ അക്കൗണ്ടിന്റെ മെയിൻസ് എക്സാമിനുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മെയിൻസ് എക്സാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് എക്സാം വരുന്നത്. അപ്പോൾ അതിന് ആ ഒരു പാറ്റേണിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻസർ ആണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിലല്ല ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെ അതിലേക്ക് അപ്രോച്ച് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ബുക്കിന്റെ പ്രൈസ് 320 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബുക്കിന്റെ പ്രൈസ് 320 ആണ്. ഫസ്റ്റ് ഹി ഇൻക്രീസ് ദ പ്രൈസ് ബൈ 10%. ആദ്യം പുള്ളി എന്ത് ചെയ്തു? 10% പ്രൈസ് ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? 10% ഡിസ്കൗണ്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ബുക്കിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഫസ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? പ്രൈസ് ഓഫ് ദ ബുക്ക് എന്ന് പറയുന്നത് 320 ആണ്. ഇനി 10% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 320യുടെ 10% നമ്മൾ കണ്ടുപിടിക്കണം. 320യുടെ 10% എന്ന് പറയുന്നത് എന്താണ്? 320 ഇൻറ്റു എന്ത് വരും? 10 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. സോ എത്രയെന്ന് കിട്ടും? നമുക്ക് 32 എന്ന് കിട്ടും. സോ 320ന്റെ 10% 32 കിട്ടി. അങ്ങനെയാണെങ്കിൽ ബുക്കിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 320ന്റെ കൂടെ ഈ 32 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 352 എന്ന് കിട്ടും. സോ ഇപ്പോൾ ബുക്കിന്റെ പ്രൈസ് എത്രയായിട്ടുണ്ട്? 352 ആയിട്ടുണ്ട്. അതായത് 10% ഇൻക്രീസ് ചെയ്തപ്പോൾ ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായി? 352 ആയി. ഇനി എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ 352-ന് അതായത് ഇൻക്രീസ് ചെയ്ത എമൗണ്ടിന് 10% ഡിസ്കൗണ്ട് കൊടുത്തേക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 352-ന് എന്ത് കൊടുത്തിട്ടുണ്ട്? 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യമേ ഈ 352-ന്റെ 10% കണ്ടുപിടിക്കണം. 352-ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 352 ഇൻറ്റു 10/100 ആയിരിക്കും. സോ എത്രയാന്ന് കിട്ടും? 352 ഇൻറ്റു 0.1 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാന്ന് കിട്ടും? 35.2 എന്ന് കിട്ടും. സോ ന്യൂ പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 352-ൽ നിന്നും നമ്മൾ ഡിസ്കൗണ്ടഡ് എമൗണ്ട് ആയ 35.2 സബ്സ്ട്രാക്ട് ചെയ്യണം. സോ എത്രയായിരിക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്? 316.8 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? ആ ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ആയിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമ്മൾ ആൻസർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ റിംസ് അക്കാഡമി മാത്തമാറ്റിക്സിന് മാത്രമായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ റിംസിൽ ജോയിൻ ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക്